മാരിയോ ജോസഫ് എന്ന സമർത്ഥനായ ഒരു കള്ളൻ ഭാര്യയുമൊക്കെയായി ചേർന്ന് ആളുകളെ മുഴുവൻ പറ്റിച്ച് മതപരിവർത്തനത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് അവിടെയും ഒപ്പിക്കാവുന്നതെല്ലാം ഒപ്പിച്ച് ഒളിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അടിയും വാങ്ങി പുളിയും കുടിച്ച് അവസാനം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വന്നിരുന്ന് കരഞ്ഞ് പിന്നെ ഭാര്യ അച്ചാറ് കച്ചവടവും ഭർത്താവ് ഈ ചാരിറ്റി പ്രവർത്തനമെന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള അച്ചാറ് കച്ചവടവുമായി രംഗത്തെല്ലാം ഇറങ്ങിയിട്ടും വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് ഇപ്പോൾ പുതിയ ഐറ്റവുമായി പൊതുവിൽ പാവം ക്രൈസ്തവരായ വിശ്വാസികളെ പറ്റിക്കാൻ കഴിയുന്ന പുതിയ ഐറ്റവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ആ ഐറ്റം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആ ഐറ്റം ഒന്ന് കാണാം. മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവരെ കൊല്ലാനുള്ള കൽപ്പന ഇസ്ലാമിൽ വല്ലതും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അതിന് മുസ്ലിമീങ്ങളുടെ സഹിഹായ ഒരു ഹദീസാണ് ബുഖാരിയിൽ നിന്നുള്ളത് തന്നെ. സഹീഹുൽ ബുഖാരി 6922 വായിക്കാം. ഈ സഹീഹ് ബുഖാരി വായിക്കുന്നതിന് മുമ്പ് ഈ ആളുകളെ പറ്റിക്കാനും ആളുകളെ തേക്കാനും ഈ മുതലും വകയുമൊക്കെ ഒപ്പിച്ച് വെള്ളമടിച്ച് കൂത്താടി കറങ്ങി ഒടുവിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടടി കൊടുത്തോ കൊല്ലാനായിട്ട് ഏത് ഗ്രന്ഥത്തിലാണ് സുലൈമാനെ ഉള്ളത്? അതിന് ഏത് ഗ്രന്ഥം ഉത്തരവാദിത്തം പറയേണ്ടത്? ആദ്യം അത് ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളതെന്നും ആരാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ അനുവാദം തന്നതെന്നും വീടിനകത്ത് തിരുട്ട് ഗ്രാമം പോലെ തമ്മിൽ കഴുത്തിന് പിടിച്ചും മോഷ്ടിച്ചും കൊള്ള ചെയ്തും ഒക്കെ ജീവിക്കുന്നതിൻ്റെ കൊള്ള മുതൽ പങ്ക് വെച്ചിട്ട് പാവപ്പെട്ട ക്രൈസ്തവരുടെ മുന്നിൽ അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കാനും നല്ല മാർഗം പറഞ്ഞു കൊടുക്കാനും ഭാര്യയും ഭർത്താവും കൂടി നാരങ്ങാവെള്ളം പിഴിയുമ്പോൾ ആരാണ് കൂടുതൽ കുടിക്കേണ്ടത്, എങ്ങനെയാണ് തുല്യമായി കുടിക്കേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുക്കുന്ന മാരിയോ ജോസഫ് എന്ന പഴയ സുലൈമാന് എന്ത് ക്രെഡിബിലിറ്റിയാണ് മാരിയോ ഉള്ളത്? യഥാർത്ഥത്തിൽ മൂക്കിൽ ഇഞ്ചി നട്ടു എന്ന് ചേർത്ത് പറയും വിധം കുറേ മനുഷ്യരെ മൂക്കിൽ ഇഞ്ചി നട്ട് പറ്റിച്ചതിന് ശേഷം ഇപ്പോൾ പുതിയൊരു സംഗതിയായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ആളുകളെ കൊല്ലാനുള്ള സഹീഹായ ഹദീസ്. കേട്ടോ, ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, I would have killed them according to the statement of Allah's messenger. Whoever changed his religion, Islamic religion, then I will kill him. അതായത് ആരെങ്കിലും ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതം സ്വീകരിച്ചാൽ അവരെ കൊല്ലണം എന്ന് പ്രവാചകൻ മുഹമ്മദ് കൽപ്പിച്ചത് ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഞാനിത് ഡിസ്പ്ലേയിൽ ഇവിടെ ഇട്ടിരിക്കുന്നു. മലയാളവും ഇംഗ്ലീഷും ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നു. എന്തിനാണ് ഇപ്പൊ മാരിയോ ഇത് പറയുന്നത്? മാരിയോ ഇത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, മാരിയോ നാട്ടിലുള്ളവരുടെ എല്ലാം മൂക്കിൽ ഇഞ്ചി നട്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവരെ മൂക്കിൽ ഇഞ്ചി നട്ടാണ് നീ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇപ്പോൾ പഴയതുപോലെ വെള്ളം കുടി കിട്ടാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ വരുമാനം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ന്യായം കൊണ്ട് ഇറങ്ങിയതാണ്. അല്ല എന്താ കാര്യം? ഈ നാട്ടിൽ ആരെങ്കിലും ഇപ്പോൾ മതം മാറിയവരെ കൊന്നോ? അല്ലെങ്കിൽ 10 വർഷത്തിനകം വെച്ച് കൊന്നോ? 25 വർഷത്തിനകം വെച്ച് കൊന്നോ? 50 വർഷത്തിനകം വെച്ച് കൊന്നോ? ഇല്ല. പക്ഷേ നാട്ടുകാരെ മൊത്തം സുവിശേഷം പറയുന്നു എന്ന് പറഞ്ഞ് എല്ലാ ആളുകളെയും പറ്റിച്ച് ഒടുവിൽ തിരുട്ട് ഗ്രാമത്തിലെ ചില കൊള്ളക്കാരെ പോലും നാണിപ്പിക്കും വിധം കൊള്ള മുതൽ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് തമ്മിലടിച്ച് നാറിയ ഒരാൾ മലയാള ചരിത്രത്തിൽ, ഈ സുവിശേഷകരുടെ ചരിത്രത്തിൽ മാരിയോ മാത്രമേ ഉള്ളൂ. ആ മാരിയോയെ ഇപ്പോൾ ഒന്നും കച്ചവടം നടക്കാതെ വരുമ്പോൾ പിന്നെ മുസ്ലിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്ത് കാര്യത്തിനാണ് കൊല്ലുന്നത്? ആ കാശ് കൊണ്ട് എവിടെയെങ്കിലും പോയി ഒരു പോത്തിനെയോ ആടിനെയോ വാങ്ങിച്ച് അറുത്ത് നാട്ടുകാർക്ക് കൊടുത്താൽ അതിൻ്റെ കൂലിയെങ്കിലും കിട്ടും. ഇയാളെ കൊന്നിട്ട് എന്തോ കിട്ടാനാവേ? ഇയാളെ അല്ലെങ്കിൽ തന്നെ പെണ്ണുമ്പുള്ള കൈ കിട്ടിയാൽ കൊന്നോളും. പിന്നെന്തിനാ മുസ്ലിങ്ങൾ കൊല്ലുന്നത്? വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചത് മുതൽ എന്നെ കൊല്ലണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാലങ്ങൾ പുരോഗമിച്ച് സോഷ്യൽ മീഡിയ ഇത്രത്തോളം. എന്താ പുരോഗമിച്ചത്? ആരാ ഇയാളെ കൊല്ലാൻ വന്നത്? ഇയാളെ ആകെ കൊല്ലാൻ വന്നെന്നും പറഞ്ഞ് ഇയാൾ കരഞ്ഞത് ഇയാളെ പെണ്ണുമ്പിള്ളയാ, അല്ല വേറെ ആരെങ്കിലും കൊല്ലാൻ വന്നോ? ഇയാളെ വീട്ടിനകത്തിട്ട് കതവടച്ച് കഴുത്തിന് പിടിച്ച് കൊല്ലാൻ പോകുന്നെന്നും പറഞ്ഞ് നിലവിളിച്ചത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇയാൾ തന്നെ, അല്ലാതെ ആരാണ് ഇയാളെ കൊല്ലാൻ വന്നത്? അപ്പോൾ ഇതുപോലെ കുറേ ക്ഷുദ്രജീവികളുണ്ട്. ഇവനെയൊന്നും ഒത്തിരി കേൾപ്പിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവ മതവിശ്വാസികളായ ആളുകളോട് പറയുകയാണ്, ഇവനൊക്കെ ഉപജീവന മാർഗത്തിന് വേണ്ടി നിങ്ങളെ പറ്റിക്കാനും നിങ്ങളുടെ മൂക്കിൽ ഇഞ്ചി നടാനും അങ്ങനെ മൂക്കിൽ ഇഞ്ചി നട്ട് ജീവിക്കാനും വേണ്ടി വരുന്നവനാണ്. അവൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഈ പറയുന്ന ഇസ്ലാമിലുള്ളവർ അവനെ കൊല്ലാൻ ചെന്നു, അവനെ കൊല്ലാൻ ചെന്നു, ഇവനെ കൊല്ലാൻ ചെന്നു. നിങ്ങൾ അറിയാമല്ലോ, നാട്ടിലൊരു പട്ടിയെപ്പോലും കൊല്ലാനുള്ള അവകാശമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സ്ഥലത്താണ് ഇയാളെ കൊല്ലാൻ നടക്കുന്നത്. അതുകൊണ്ട്
ഈ അവൻ്റെ പോസ്റ്റ് കണ്ട് ഈ പുതിയ അഭ്യാസം കണ്ട് അതിലാരും കുടുങ്ങി നിങ്ങളുടെ മക്കളും കുടുംബവും അനുഭവിക്കേണ്ട കാശ് ഇതുപോലെയുള്ള പരാന്ന ജീവികൾക്ക് ചാരിറ്റിയുടെ പേരിലും അല്ലാതെ പേരിലും കൊടുത്ത് കൊഴിപ്പിക്കാൻ നടക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇവനൊക്കെ ഈ പണി നിർത്തിയിട്ട് ഈ ഹൈവേയുടെ ഒക്കെ പണിക്ക് പോയി നല്ലപോലെ മേലണങ്ങി പണി ചെയ്താൽ ഈ സോക്കേടൊക്കെ തീരും. ആരും കൊല്ലത്തുമില്ല, ആരും തിരക്കത്തുമില്ല. ഇതുപോലെ സുഖകരമായ ജീവിതം ഇപ്പോൾ ഈ റോഡ് പണിക്ക് പോകുന്നവർക്ക് കൊടുത്താലുണ്ടല്ലോ അവർ സിനിമാ നടന്മാരെ പോലെ ഇരിക്കും. അതുകൊണ്ട് എവനെയൊക്കെ എവിടെങ്കിലും വാർക്കപ്പണിക്കോ കൂലിപ്പണിക്കോ വിടാൻ വേണ്ടി ഏറ്റവും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായ ക്രൈസ്തവർ പിന്നെ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കളഞ്ഞാലും കള്ളു കുടിക്കുന്നവന് കൊടുത്താലും അവൻ കള്ളു കുടിച്ചെവിടെങ്കിലും കിടക്കത്തേ ഉള്ളൂ മനസ്സമാധാനത്തിന്. യവനെപ്പോലുള്ളവരെ വളർത്താൻ ഇനി നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ.